രാത്രി ദിവസങ്ങളിലെ യാത്രയെന്ന് പറയുന്നത് ഒരു ഭയങ്കര വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടം വന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെന്നാൽ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റും. രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞൊറ്റയ്ക്കാണ് വീട്ടിൽ. അവന് ഒറ്റയ്ക്ക് എങ്ങും പോകാൻ അങ്ങനെ താല്പര്യപ്പെടാറില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ രാത്രിയായി 8 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് എവിടെയാണ് എത്തിപ്പെട്ടതെന്ന് മനസ്സിലായല്ലോ. പല്ലാരിമംഗലത്തുള്ള മൺകുടം ഷാപ്പിലേക്കാണ്. അപ്പോൾ ചോദിക്കും രാത്രിയിൽ ഷാപ്പിലോന്ന്. എൻ്റെ പൊന്നെ, ഞാനും വിചാരിച്ചില്ല ഇത്രയും വിപുലമായ ഭക്ഷണം അവിടെ ഉണ്ടാകുമെന്ന് കേട്ടോ. ഷാപ്പെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നോർമലി പകൽ സമയങ്ങളിലാണല്ലോ ഇവിടെ കൂടുതലും എല്ലാ ഫുഡ് ഐറ്റംസും കിട്ടുക. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. ഈ സമയത്തും, അതായത് എത്ര രാത്രി ആയാലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഫുഡ് എന്തൊക്കെയാണോ നാടൻ ഫുഡ്, അതായത് കേരള സ്റ്റൈലിലുള്ള എല്ലാ ഫുഡുകളും ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പലരും പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. ഇന്നും അപ്രതീക്ഷിതമായിട്ടാണ് നമുക്കിവിടെ ചെല്ലാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പം ചെന്ന് കണ്ടപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലായി ഒരു പ്രത്യേക വൈബാണ് അവിടെ കേട്ടോ. എന്താ രസമെന്നറിയാവോ. ഓല മേഞ്ഞിട്ട് എന്താ പറയുക, മുളയൊക്കെ വെച്ചിട്ട് ആണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ചെന്നിരുന്ന ഉടനെ ഒരു നല്ല അടിപൊളി ഒരു കുടം കള്ളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കള്ള് ചോദിച്ചത്. പക്ഷേ സ്റ്റാർട്ടറായിട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ പിന്നെ അവരൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി കേട്ടോ. ഇതിനകം തന്നെ കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഒരു പഴമയുടെ ആ ഒരു ലുക്കൊക്കെ വരുന്നില്ലേ. പിന്നെ ഞങ്ങളിവിടെ അത്യാവശ്യം കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പൊറോട്ട, കപ്പ, മീൻകറി, താറാവ്, കക്ക, ഇതെല്ലാം കൂടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിനകത്തിൽ വെട്ടം വളരെ കുറവാണ്. കാരണം അത് നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടമല്ല. അപ്പോൾ ഈ കുറേ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പൊറോട്ട ആയാലും നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 എണ്ണം പൊറോട്ട, ഒരു കപ്പ, അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാം കൂടി നമ്മൾ കഴിക്കില്ലല്ലോ, വയറ് നിറയും. അപ്പം ഞാൻ ഒരു പൊറോട്ടയും ഇത്തിരി താറാവ് കറിയും എന്താ പറയുക ഇത്തിരി കപ്പയും, ആ മീൻകറി എന്ന് വെച്ചാൽ വാളയായിരുന്നു കേട്ടോ. വാള മീനായിരുന്നു. വീഡിയോ എടുത്ത് അങ്ങോട്ട് ശരിയായില്ല, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. കണ്ടോ, വാളയാണ്, നല്ല അടിപൊളി മാംസം, ആറ്റുവാളയാണ്, അടിപൊളി മാംസമുള്ള മീനാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇത്തിരി ടേസ്റ്റ് ചെയ്തു. എന്തായാലും നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ബാക്കിയൊക്കെ ഷാപ്പിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര സ്പൈസിയും അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ടുള്ള എരിവും ഒക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അത് കഴിക്കാനായിട്ട് നമുക്ക് എന്താ പറയുക ഒരു ഇത് വരും, നമുക്കത് കഴിക്കാൻ പറ്റും, എന്നെക്കൊണ്ട് പറ്റും എന്നൊരു തോന്നൽ വരും. വേറെയുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെയുള്ളടത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മുടെ വയറ് നിറഞ്ഞു പൊട്ടാൻ പോകുന്നേന്ന് വിചാരിക്കും. ഇത് കണ്ടോ, ഇതെന്താണ് പോർക്ക് ഫ്രൈ ആണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമല്ല, പക്ഷേ അവർ കഴിച്ചിട്ടുണ്ട്. ഞാൻ എന്നാലും ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനകത്തിൽ വെച്ചിങ്ങനെ കാണിച്ചത്. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നു. എനിക്കത്ര പിടുത്തമല്ലാത്തതുകൊണ്ട് ഞാനത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ കപ്പ, ഒരു കപ്പയാണ്. ഞങ്ങൾ 3 പേരും ഫുഡ് കഴിക്കാൻ വീക്കാണ് കേട്ടോ. പിന്നെ ഈ കാണുമ്പോൾ എല്ലാം ഓർഡർ ചെയ്യും. കാരണം എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് എല്ലാം ഒന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യാറുണ്ട്. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് പെട്ടെന്ന് ദഹനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് വേണമല്ലോ. അപ്പം മൊയ്റ്റയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത് കൊണ്ടുവന്നു, അത് കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെടാനുള്ള ഒരു ധൃതിയായിരുന്നു. നേരെ ഒത്തിരിയായി, 10-10:30 ആയിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് എങ്ങനെയും വീട്ടിലെത്തണം, കിടന്നുറങ്ങണം എന്നുള്ളതായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലല്ല ഈ ഫുഡിൻ്റെ ഈ ഒരു മൺകുടം ഷാപ്പിൻ്റെ കാര്യമൊക്കെ കഥ പറച്ചിലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കുറേ എടുത്ത് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് വ്യത്യസ്തമായ ഒരു രുചിയാണ് അവിടെ നിന്ന് കിട്ടിയത്. കാരണം പ്രിസർവേറ്റീവ്സിൻ്റെ ഒന്നും സാന്നിധ്യം ഇല്ലാത്ത ഫുഡ് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പം നിങ്ങളും പോയി നോക്കണം കേട്ടോ.